വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ഫസ്റ്റ് നമുക്ക് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ ഉണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അവിടെ ഉണ്ടായത് ഏതെങ്കിലും പ്രതിഷേധ പ്രകടനമല്ല, ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോഴാണ് മന്ത്രി ആക്രമിക്കപ്പെട്ടത്. വീഡിയോയിൽ കാണുന്നുണ്ട് മന്ത്രി പ്ലാറ്റ്ഫോമിലോട്ട് നടന്നു പോകുന്നതല്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. അത് എല്ലാ ഔദ്യോഗിക ഏജൻസികളും അംഗീകരിച്ചതാണ്. പർവ്വതീകരിച്ച് അതിൽ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മന്ത്രിക്കെതിരെ ആക്രമണം നടത്തുന്നതിനെ രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയം ആഭാസമായിട്ടാണ് കാണാൻ കഴിയുക. തങ്ങളുടെ അനുയായികളെ കയറൂരിട്ട് വിട്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കാമെന്നോ കലാപം ഉണ്ടാക്കാമെന്നോ കോൺഗ്രസ് നേതൃത്വം കരുതരുത്. സ്ത്രീകൾക്കെതിരായ ആക്രമണം ആണ്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ചു കയറാനും യൂത്ത് കോൺഗ്രസുകാരെ ഇറക്കി വിട്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. നിരന്തരം നുണയും വെറുപ്പും പ്രചരിച്ച് അണികളെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ശൈലിയിലാണ് ഇതിനു പിന്നിൽ. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന അവരുടെ ശൈലിയുടെ പ്രതിഫലമാണ് KSU അക്രമികളിലൂടെ പുറത്തു വന്നത്. ഇത് അത്യന്തം അപലനീയവും പ്രതിഷേധാർഹവുമാണ്. കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതിനകത്ത് ഇദ്ദേഹം ഇട്ടിട്ടുള്ളത്. ഷാഫി പറമ്പിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു, അത് വായിച്ചിരുന്നു ആരെങ്കിലും? അത് ഇങ്ങനെയാണ്: കേരളം കഴുത്തിന് പിടിക്കും, ഇപ്പോഴല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ ബാലറ്റിലൂടെ കഴുത്തിന് പിടിച്ച് തന്നെ പുറത്താക്കും. ഇപ്പോ ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. ചെടി ചട്ടി കൊണ്ട് തലക്കടിച്ചാൽ രക്ഷാപ്രവർത്തനവും കരിങ്കൊടി കാണിച്ചാൽ വധശ്രമവുമാകുന്ന കുതന്ത്രത്തിലൊന്നും ഇനി ജനങ്ങൾ വീഴില്ല. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പതിവ് ഗുണ്ടാപ്പണിയുമായി ഇറങ്ങിയിരിക്കുന്ന ക്രിമിനലുകളുടെ പേരിൽ മന്ത്രിക്കും അരിവാൾ കത്രിക നക്ഷത്ര വകുപ്പിനുമെതിരായ സമരത്തിന് അറുതിയാകുമെന്ന് ആരും കരുതേണ്ട. ഇനി നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ആരോഗ്യമന്ത്രിക്കെതിരെ KSUവിന്റെ അതിക്രമം നടന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഒന്നുകൂടെ വരാൻ പറയും. അത് ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു, അവന്മാരുണ്ട്, അവന്മാർ വരാൻ പറഞ്ഞു. നിങ്ങൾ ഉള്ളപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ അവന്മാരുണ്ടെന്ന്. കാരണം നിങ്ങളോട് പറഞ്ഞ് ഷോ ആണല്ലോ അവർ നടത്തുന്നത്. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ദയവായിട്ടൊന്ന് പോകാൻ വേണ്ടി നടക്കാതിരിക്കാമോ? പ്ലീസ് നിങ്ങൾ മാനേജ് ഒന്ന് പറയുന്നത് പ്ലീസ്. ഒന്ന് പ്രകോപിപ്പിക്കില്ല പ്ലീസ്, പ്രകോപിപ്പിക്കില്ല പ്ലീസ്, പ്രകോപിപ്പിക്കില്ല പ്ലീസ്, ഒന്ന് പ്ലീസ്. എന്താ എനിക്ക് നടക്കാൻ പറ്റില്ല. ഒന്നുകൂടെ വരാൻ പറയും. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോൾ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്താനൊരു അത് 2 വിഭാഗക്കാർ വന്നു. അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്.
അല്ല ഈ ആൾക്കാർ അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഭരിക്കുന്നുണ്ട്. ശരി ശരി. ഞാൻ കേൾക്കാൻ വിളിച്ചോടെ റെയിൽവേ സ്റ്റേഷനിലാണ്. സംസാരിച്ചു. ശരി. ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് സംഭവിച്ചത്. ഇത്ര സിവിയർ ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഏതോ ഒരു പ്രസംഗത്തിൽ, ആരുടെയോ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, കൈയിന്റെ എവിടെയോ ഒരു ഭാഗത്ത് ചെറിയൊരു വര പോലെയുണ്ട്. അത് നേരത്തെ ഏതോ വേദിയിലും കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഹെൽത്ത് സെക്ടർ, കേരള ഹെൽത്ത് സെക്ടർ. ഓക്കെ, ലോകരാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ഹെൽത്ത് സെക്ടർ. ഓക്കെ, കഴിഞ്ഞ ദിവസം LDFന്റെ വികസന മുന്നേറ്റ ജാഥയിൽ വടക്കൻ മേഖലയിൽ MV ഗോവിന്ദൻ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. LDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള മോഡൽ രൂപീകരിക്കും. ഇതാണ് നമ്മുടെ കേരള മോഡൽ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കേരള മോഡലായിട്ട് കാണുന്നത്. മന്ത്രി വീണ ജോർജിന് എന്തെങ്കിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അത് വളരെ വ്യക്തമായതാണ്. ഈ പൊതുസമൂഹത്തിന് അത് വളരെ വ്യക്തമായതാണ്. ഈ CCTV ദൃശ്യങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ ഈ വീഡിയോകളിലും എല്ലാം, നമുക്ക് ന്യൂസ് ചാനലുകളിലെല്ലാം നമുക്ക് ദൃശ്യമായതാണ്. ഒരാളും അതിക്രമിക്കുന്നില്ല, പക്ഷേ അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഫൈറ്റ് എന്നുള്ള രീതിയിലൊന്നും അവിടെ ദേഹോപദ്രവമൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചയിൽ എനിക്ക് മനസ്സിലായത്.